പുറം ചുവരുകൾക്ക് നൽകുന്നു നക്ഷത്രത്തിളക്കം. ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം ബത്തേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഈഴവ മാട്രിമോണി നോക്കി ആദ്യം ഞങ്ങളുടെ മോടെ വിവാഹം നടത്തി. ഇപ്പൊ മോനും നല്ലൊരു പെൺകുട്ടിയെ കിട്ടി. ഈഴവർക്ക് ഇവിടെ ധാരാളം ചോയ്സ് ഉണ്ട്. ഈഴവർക്കുള്ള നമ്പർ 1 വിവാഹ സേവനം ഈഴവ മാട്രിമോണി. പ്രശസ്ത നാഗരാജ ക്ഷേത്രമായ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം മഹോത്സവം നവംബർ 10, 11, 12 തീയതികളിൽ. നവംബർ 12 ബുധനാഴ്ച മണ്ണാറശാല ആയില്യം എഴുന്നള്ളത്ത്. കോഴിക്കോട് മുക്കം നഗരസഭയ്ക്കെതിരെ തുറന്ന പോരിനൊരുങ്ങി പ്രദേശവാസികളായ കർഷകർ. കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുക്കം കർഷകരുടെ തീരുമാനം. ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പറയൂ. രോഹിണി, മുക്കം നഗരസഭയിൽ വലിയൊരു പ്രതിഷേധത്തിലാണ് ഈ കർഷകർ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ കാലമായി കർഷകർ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വന്യജീവി ശല്യം തന്നെയാണ് ഇവിടെ രൂക്ഷമായി നിലനിൽക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര പ്രദേശം കൂടിയാണ് മുക്കം നഗരസഭ. കഴിഞ്ഞ പല തവണയായി ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന ഒരു നഗരസഭ കൂടിയാണ്. ഇതിനോട് അനുബന്ധിച്ചുള്ള തൊട്ടടുത്തുള്ള മറ്റു പഞ്ചായത്തുകളിലടക്കം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. കൂടരഞ്ഞി പഞ്ചായത്ത് അടക്കമുള്ള ഇത്തരത്തിലുള്ള സമീപത്തുള്ള പഞ്ചായത്തുകളിലും ഇതേ വിഷയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടും അതിന് കൃത്യമായൊരു നടപടി സ്വീകരിക്കാത്തതിലാണ് ഇവിടെയുള്ള കർഷകർ വലിയ പ്രതിഷേധത്തിൽ ഉള്ളത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും നിവേദനങ്ങളും അടക്കം നൽകിയിരുന്നു. പക്ഷേ ഇതിനൊന്നും തന്നെ ഒരു പരിഹാരവും ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനെ കൃത്യമായി ബഹിഷ്കരിക്കുന്നതിനപ്പുറം കൃത്യമായി ഇടപെടാനുള്ള ഒരു തീരുമാനത്തിലാണ് കർഷകർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കർഷകർ ഈ തെരഞ്ഞെടുപ്പിൽ കളത്തിൽ ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടമായി 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം കൂടുതൽ കർഷകരെ മത്സര രംഗത്തേക്ക് ഇറക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് കർഷകർ ഉള്ളത്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ നിരവധി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ കാട്ടുപന്നികളുടെ ശല്യമാണ് ഏറ്റവും രൂക്ഷമായി നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ കാട്ടാനകളുടെ ശല്യവും ഇവിടെ രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. പല തവണയായും ഇവിടെ അധികാരികളോട് പറഞ്ഞിട്ടും ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് പല കർഷകരും ഈ ഒരു മേഖല വിട്ട് മറ്റു പല ജോലികളിലേക്കും തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ നിലവിൽ ഈ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമീണ പ്രദേശങ്ങളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ നെൽകർഷകരും അതോടൊപ്പം തന്നെ മറ്റ് റബ്ബർ കർഷകരും മറ്റു വാഴ അടക്കമുള്ള കവുങ്ങ് തെങ്ങ് അടക്കമുള്ള ഒരു കാർഷിക മേഖലയാണ്. ഇങ്ങനെ നിരവധി കുടുംബങ്ങളാണ് ഈ കാർഷിക വൃത്തി ഉപജീവനമാർഗമാക്കി കഴിയുന്നത്. പക്ഷേ ഇവർക്ക് അനുകൂലമായുള്ള അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലും ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് തന്നെ മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിൽ ഇവർ എത്തിയിരിക്കുന്നത്. ക്ലബ്ബുകളെയും മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട്, സ്വതന്ത്രരെ അടക്കം കൂട്ടുപിടിച്ചുകൊണ്ട് മത്സരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ കർഷക കൂട്ടായ്മ എത്തിയിരിക്കുന്നത്. രോഹിണി, ശരി. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് മുക്കം നഗരസഭയ്ക്കെതിരെ ഏതായാലും തുറന്ന പോരിനൊരുങ്ങുകയാണ് പ്രദേശവാസികളായ കർഷകർ. കാട്ടുപന്നി ശല്യം രൂക്ഷമായിട്ടും നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനാണ് മുക്കം കർഷകരുടെ തീരുമാനം. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരത്തിൽ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച ഇന്ന്. മന്ത്രിയുടെ ചേംബറിൽ വൈകിട്ട് 3 മണിക്കാകും ചർച്ച. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം കടുപ്പിക്കാൻ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ KGMCTA തീരുമാനിച്ചിരുന്നു. ഈ മാസം 13-ന് സമ്പൂർണ്ണ പണിമുടക്ക് നടത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്. വീണ MS ചേരുന്നു വിവരങ്ങളുമായി. വീണ, ആരോഗ്യമന്ത്രിയുമായുള്ള ഇന്നത്തെ ചർച്ച ഫലം കാണും എന്ന് തന്നെയാണോ പ്രതീക്ഷിക്കേണ്ടത്? രോഹിണി, ഈ ഒരു ചർച്ചയിൽ ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചില്ലെങ്കിൽ കൃത്യമായും ഒരു അനുകൂല